പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും ഒരു ശത്രുത മനോഭാവത്തോട് കാണുന്ന ഒരു ഇഴജന്തുവാണ് ചേരയായാലും പാമ്പായാലും. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ശത്രുത മനോഭാവത്തോട് കാണേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു കാരണവശാലും നമ്മളെ അറിഞ്ഞും കൊണ്ട് അത് ഉപദ്രവിക്കും. കാര്യം അതിനെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതിനെ ഉപദ്രവിക്കും, അതിനെ കൊല്ലും എന്നൊരു പേടി വെച്ചാണ് അത് നമ്മളെ പലപ്പോഴും ഉപദ്രവിക്കാറുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും നമ്മളെ അത് ഒരു കാര്യമില്ലാതെ അത് ഉപദ്രവിക്കുന്നില്ല. കാര്യം ഈ ഇഴജന്തു നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം അത് പലർക്കും അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ എലിവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ വർധനവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ എലികളെയൊക്കെ മാളത്തിൽ പോയി എലിക്കുഞ്ഞുങ്ങളെ അതിനെയൊക്കെ അത് തിന്നൊടുക്കാറുണ്ട്. ഈ എലികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, എലികൾ വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൃഷികൾ, നമ്മളെ ധാന്യവർഗ്ഗങ്ങൾ എല്ലാം തിന്നും. അതായത് കൃഷി ഇടങ്ങളിൽ മാത്രമല്ല, കൃഷി എടുത്ത് നമ്മൾ നെല്ലായാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മൾ അതെല്ലാം ചെയ്ത് നമ്മൾ ഗോഡൌണിലോ അങ്ങനെയുള്ള നമ്മളെ വീടുകളിലൊക്കെ സൂക്ഷിച്ചാൽ പോലും ഈ എലികൾ വന്ന് അത് തിന്നാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മളെ നശിപ്പിച്ച് അതേപോലെ തന്നെ നമുക്ക് രോഗങ്ങളും ഇത് കൊണ്ടുതരും. പ്ലേഗ് പോലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതരും. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പത്രങ്ങളിലായാലും ന്യൂസുകളിലായാലും വായിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല സ്റ്റേറ്റുകളിലും പല ഇതിലും നമുക്ക് പ്ലേഗ് രോഗങ്ങളും ഒക്കെ ഉണ്ടാകും, ആൾക്കാർ മരിച്ചു. അതുകൊണ്ട് അതൊക്കെ നമ്മളെ നമുക്ക് വേണ്ടി തടയുന്നതിന്റെ ഒരു പ്രക്രിയ ഇത് മൂലം നമുക്ക് ചെയ്യുന്നു. അത് നമുക്ക് ഗുണങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ ഉപദ്രവിക്കാതിരിക്കുക. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്കങ്ങ് പോകും. നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പോകാതിരുന്നാൽ മതി. എനിക്കായാലും നിങ്ങൾക്കായാലും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിയാണ്. ഈ പേടി വെച്ചാണ് അത് കൂടുതലും അതിനും ആയുസ് കൂടുന്നത്. കാര്യം പേടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അടിച്ചു കൊല്ലുകയോ എറിഞ്ഞു കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തിരിക്കും. അതുകൊണ്ട് ആ പേടി കൊണ്ട് അതിനും ഒരു അനുഗ്രഹമാണ്. അതിനോടൊത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നു, അതും ജീവിച്ചു പോകും. നമ്മൾ ഓർക്കുക. അതുപോലെ നമ്മൾ അതിനെ കൂടുതലായിട്ട് ഉപദ്രവിക്കാതെ നമ്മൾ പോകുക. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.